ഹലോ ഫ്രണ്ട്സ്, കഥ നമുക്ക് തുടരാം. ഉന്മാദം ഭാഗം 8. രചന ദിവ്യ ജി കെ. അവതരണം നീള. അവന്റെ ചോദ്യം കേട്ടതും കലിയോടെ അവൾ ചോദിച്ചു, പ്രവിയേട്ടന്റെ അമ്മയും പെങ്ങളെയും പോലെയാണോ എന്റെ വീട്ടുകാർ? കുറച്ചു ദിവസത്തെ ശാന്തതയ്ക്ക് ശേഷം ഒരു പൊട്ടിത്തെറിക്ക് അവിടെ തുടക്കം കുറിച്ചു. എന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും എന്താടി കുഴപ്പം? ദേഷ്യം കടിച്ചമർത്തി മുഷ്ടി ചുരുട്ടി ദിവാൻ കോട്ടിന്റെ സൈഡിലായി ചെറുതായി പ്രഹരിച്ചുകൊണ്ട് ചോദിക്കുന്നവനെ നോക്കി ദേഷ്യം ഒട്ടും കുറയ്ക്കാതെ തന്നെ അവളും ചോദിച്ചു, നിങ്ങളുടെ അമ്മയ്ക്കും പെങ്ങൾക്കും എന്താണ് കുഴപ്പമില്ലാത്തത്? അമ്മയും പെങ്ങളും നിങ്ങളുടെ സ്വന്തമല്ലേ, അപ്പോൾ പ്രവിയേട്ടനെ എല്ലാം മറക്കാൻ പറ്റിയേക്കും. ഞാനും കുട്ടികളും ആരുമല്ലല്ലോ. അവർ എന്നോട് ചെയ്തത് എനിക്ക് പക്ഷേ മരിച്ചാലും മറക്കാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞിട്ടും സ്വന്തം മോള് ഗർഭിണിയാകാത്തത് കൊണ്ട് മോന്റെ കുഞ്ഞിനെ എന്റെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലാൻ നോക്കിയ അവരെ പ്രവിയേട്ടൻ എടുത്ത് തലയിൽ വെച്ചാ മതി. എനിക്ക് വെക്കാൻ മനസ്സില്ല. എന്റെ അമ്മയും അനിയനും അന്ന് വന്നതുകൊണ്ട് ആ മരുന്ന് ഞാൻ കുടിക്കാതിരിക്കുകയും എനിക്കും എന്റെ കുഞ്ഞിനും ആപത്തൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നീ ഭൂമിക്ക് മുകളിൽ ഉണ്ടാകുമായിരുന്നോ? ആശയുടെ ചോദ്യത്തിനു മുന്നിൽ മറുപടി പറയാനില്ലാതെ പ്രവീൺ തലകുമ്പിട്ടെങ്കിലും കുറച്ചു സമയം കഴിഞ്ഞവൻ അനുനയത്തിൽ ചോദിച്ചു, ആശേ, അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ, ഇനിയെങ്കിലും നിനക്കതൊന്നും മറന്നുകൂടെ? പുച്ഛത്തിൽ ചുണ്ടുകൊട്ടിക്കൊണ്ട് ചിരിച്ചിട്ട് അവൾ മറു ചോദ്യം ചോദിച്ചു, എന്റെ വീട്ടുകാർ ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരുന്ന കുടുംബമല്ല നിങ്ങളുടേതെന്ന് പറഞ്ഞത് ഇന്നുവരെ പ്രവിയേട്ടൻ മറന്നിട്ടുണ്ടോ? ഒരു നിസ്സാര കാര്യം ഇതുവരെ മറക്കാതെ പലപ്പോഴും എന്നെ കുത്തിനോവിക്കുന്ന നിങ്ങൾക്ക് എന്നോട് ചെയ്ത ഇത്രയും വലിയ ദ്രോഹം മറക്കാൻ പറയാൻ എങ്ങനെ തോന്നുന്നു? അതുമാത്രമാണോ നിങ്ങളുടെ വീട്ടിൽ ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ? അമ്മയും മകളും കൂടി എന്നെ എന്നും വറചട്ടിയിലിട്ട് വറുത്തു കോരിയിട്ടുണ്ട്. എന്നിട്ടും ഒന്നും പുറമേ കാണിക്കാതെ ഈ വീട്ടിൽ കയറി വരുമ്പോൾ വളരെ മാന്യമായല്ലേ ഞാൻ പെരുമാറിയിട്ടുള്ളത്? എനിക്കവരോട് ഒരു തരുമ്പും ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ നല്ല രീതിയിൽ പെരുമാറുന്നതും അവരുടെ വേലക്കാരിയെ പോലെ ജോലി ചെയ്തു കൊടുക്കുന്നതും. നിങ്ങളോടുള്ള എൻ്റെ മുടിന പ്രണയം കൊണ്ട് മാത്രമാണ്. ഇനിയെങ്കിലും പ്രവിയേട്ടൻ അത് മനസ്സിലാക്കണം. കൈ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടവൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാടി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടിടത്തും ഉത്സവത്തിന് പോവണ്ട. നിന്റെ വീട്ടിൽ പോയാൽ ആകെ പ്രശ്നമാവും. വേറെ എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറാം. പറ്റത്തില്ല, എനിക്കെന്റെ വീട്ടിൽ പോയേ പറ്റുകയുള്ളൂ. പ്രവിയേട്ടൻ വേണമെങ്കിൽ ഏട്ടന്റെ വീട്ടിൽ പൊയ്ക്കോ. മക്കളോട് എവിടെ വരാനാണ് ഇഷ്ടമെന്ന് ചോദിക്ക്, അവർ പറയുന്നിടത്ത് നമുക്ക് കൊണ്ടുപോകാം. ഭദ്രകാളിയെ പോലെ അലറുന്നവളെ നോക്കി കയ്യിലിരുന്ന റിമോട്ട് എറിഞ്ഞു പൊട്ടിച്ചിട്ട് ബെഡ്റൂമിൽ കയറി കതക് വലിച്ചടിച്ച് പ്രവീൺ പ്രതിഷേധിച്ചു. ആശ ചെവി പൊത്തിപ്പിടിച്ച് 2 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ മൊബൈൽ എടുത്ത് തോണ്ടാൻ തുടങ്ങി. അവളെ ഓൺലൈനിൽ കണ്ടതും ബീനയും ആലിയും ഗ്രൂപ്പ് കോൾ വിളിച്ചു. അകത്ത് പ്രവീണിനെ ഗ്രൂപ്പ് കോൾ വിളിക്കുകയായിരുന്നു ആദവും അബിയും. വീട്ടുകാരുടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രവീണും ആശയും വഴക്കുകൂടുന്നത് പതിവാണ്. അത് തണുപ്പിക്കാൻ ആണ് കൂട്ടുകാരുടെ ഈ കോൾ വരുന്നത്. എന്തായി, അംഗം കുറിച്ചോ? ആലിയുടെ ചോദ്യം കേട്ടതും ഒരു കൊട്ട മുഖവും വീർപ്പിച്ച് ആശ പറഞ്ഞു, ചെറുതായി തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്തു വന്നാലും ഉത്സവത്തിന് ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ഞാനൊരു കാര്യം പറയട്ടെ ആശേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഉള്ളത് കൊണ്ട് ഏകദേശം നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റും. എന്റെ കാര്യം നോക്കണേ, ഈ 3 മക്കളും ഈ വീട്ടിലെ ജോലിയും കഴിഞ്ഞ് ഒന്ന് ഇരിക്കാൻ കൂടി ചിലപ്പോൾ സമയം കിട്ടില്ല. അതിനിടയിൽ എൻ്റെ വീട്ടിൽ പോകാനോ ഒരു വിശേഷം കൂടാനോ കൂടി പറ്റുന്നില്ല. അപ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും വിശേഷം കയറി വരും. അപ്പോൾ എല്ലാം അബീക അവരുടെ വീട്ടിലെ വിശേഷത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഞാൻ ഇതിനൊക്കെ പ്രതികരിക്കാൻ നിന്നാൽ ഇവിടെ വഴക്കൊഴിഞ്ഞ സമയം കാണില്ല. നല്ല കുടുംബജീവിതത്തിന് വേണ്ടി കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് നല്ല ഭാര്യയായി മരുമകളായി ഇവിടെ ജീവിക്കാൻ പറ്റുന്നു. നിനക്ക് അമ്മായിയമ്മയെ മാത്രം സഹിച്ചാൽ മതി, എനിക്ക് അവരുടെ അമ്മായിയമ്മയും സഹിക്കണം. ഉമ്മിച്ചാമയെ പലപ്പോഴും ഉലക്കയെടുത്തടിച്ച് കൊല്ലണമെന്ന് തോന്നിയിട്ടും ജയിലിൽ പോകാൻ കഴിയാത്തത് കൊണ്ട് എല്ലാം സഹിച്ചാണ് ഇവിടെ കഴിയുന്നത്. പിന്നെ ഉമ്മച്ചിയുടെ കാര്യം, ഞാൻ മാത്രമുള്ളപ്പോൾ എന്നോട് വലിയ സ്നേഹവും കാര്യവും ഒക്കെയാണ്. മോളും മറ്റേ മരുമോളും വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥാനം കറിവേപ്പിലയ്ക്ക് തുല്യമാണ്. ഈ വീട്ടിലെ വേലക്കാരിയെ പോലെയാണ് ആ സമയങ്ങളിൽ ഞാനിവിടെ ജീവിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എതിർക്കാതെ കേൾക്കണം. നീ എന്തായാലും പ്രവിയേട്ടനെ സ്നേഹിക്കുന്നില്ലേ? ഇനിയുള്ള നിന്റെ ജീവിതം മുഴുവൻ അദ്ദേഹത്തിനായി മാറ്റിവെച്ചിരിക്കുകയല്ലേ? അപ്പോൾ വെറുതെ വഴക്കുണ്ടാക്കാതെ ഒരൊത്തുതീർപ്പിന് തയ്യാറാകും. രാവിലെ ആദ്യം പ്രവിയേട്ടന്റെ വീട്ടിൽ പോയിട്ട് ആഹാരമൊക്കെ കഴിച്ച് നിന്റെ വീട്ടിൽ പോകാൻ നോക്ക്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഈ ഉത്സവം അങ്ങ് കഴിഞ്ഞു പോകും.
ബീന പറഞ്ഞു തീർന്നതും ആലി പറഞ്ഞു, ബീന പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. വെറുതെ വഴക്കുണ്ടാക്കാതെ സമാധാനമായി ആലോചിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. അങ്ങനെ ചെയ്യാമെന്ന് ഞാനും ആലോചിച്ചതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വന്തക്കാരെ മൊത്തവും വിളിച്ചു കൂട്ടിയിട്ട് അമ്മച്ചിയും മകളും അടുക്കളയിൽ കയറാതെ എന്നെ വേലക്കാരിയാക്കി ആ അടുക്കളയിൽ തന്നെ തളച്ചിടാൻ നോക്കും. അങ്ങനെയുള്ളിടത്ത് ഞാൻ എങ്ങനെയാണ് പോകുന്നത്? സങ്കടത്തോടെ പറയുന്ന ആശയെ നോക്കി ആലി പറഞ്ഞു, നീ ആ വീട്ടിലെ വീട്ടുകാരിയല്ല, വിരുന്നുകാരിയാണ്. ആ ഒരു സ്റ്റാൻഡിൽ അങ്ങ് നിന്നാൽ മതി. ചെന്നു കഴിഞ്ഞാൽ ഇട്ടിരുന്ന ഡ്രസ്സ് മാറുകയോ അടുക്കള ഭാഗത്തോട്ട് കയറുകയോ ചെയ്യരുത്. ആഹാരം വിളമ്പി തന്നാൽ കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കാതെ തന്നെ ഉച്ച കഴിയുമ്പോൾ നിന്റെ വീട്ടിൽ പോകണം. പഴയതുപോലെ നിന്നോട് എന്ത് ചെയ്താലും അത് മറച്ചു വെക്കാതെ അന്നേരം തന്നെ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കണം. അന്നേരം പോകാമല്ലേ? ചെറുചിരിയോടെ ചോദിക്കുന്നവളെ നോക്കി ബീനയും ആലിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. പിന്നെ പോകാതെ. നീ പോയി അടിച്ചു പൊളിച്ചു വരാൻ നോക്ക്. എന്നാ ശരിയടി, ഇല്ല ചെറുക്കൻ പാല് കുടിക്കാനുള്ള ബഹളം തുടങ്ങി. എങ്കിൽ ഞാനും വെക്കുവാണേ. കൂട്ടുകാരികൾ രണ്ടുപേരും ഫോൺ വെച്ചതും താടിക്ക് കൈകൊടുത്ത് ആലോചനയോടെ ദിവാൻ കോട്ടിലേക്ക് അവൾ മലർന്നു കിടന്നു. എടാ, 14 വർഷമായില്ലേ, ഇനിയെങ്കിലും അവൾക്കതൊന്ന് മറന്നുകൂടെ? സങ്കടത്തോടെ പറയുന്ന പ്രവീണിനെ നോക്കി അഭി പറഞ്ഞു. അന്ന് സംഭവിച്ചത് ഒരമ്മയ്ക്ക് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എന്താണ് ആശയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാത്തത്? തൽക്കാലം ഞങ്ങൾ പറഞ്ഞതുപോലെ ഉത്സവത്തിന്റെ അന്ന് രാവിലെ നിന്റെ വീട്ടിൽ പോയിട്ട് ഊണും കഴിഞ്ഞ് അവളുടെ വീട്ടിൽ പോകാൻ നോക്ക്. അഭിയുടെ ചുവട് പിടിച്ച് ആദവും പറഞ്ഞു. വെറുതെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് രണ്ടും കൂടി എന്നും തമ്മിൽ തല്ലാൻ നിൽക്കണ്ട. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നീ +2-ലും അവൾ 10-ലും തന്നെ നിൽക്കുകയാണോ? ലളിയ, എനിക്കിപ്പോൾ നല്ല മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ഉത്സവം കഴിയുന്നതിന്റെ പിറ്റേന്ന് ഉമ്മുമ്മയുടെ 70-ാം പിറന്നാളാണ്. എല്ലാവരും അന്ന് രാവിലെ തന്നെ ഇവിടെ ഹാജർ വെച്ചോണം. അത് പിന്നെ പറയാനുണ്ടോ അബി? ഉറപ്പായിട്ടും ഞങ്ങൾ രാവിലെ അവിടെ എത്തിയിരിക്കും. എന്നാ ഓക്കേടാ, ബൈ, ഗുഡ് നൈറ്റ്. അവർ ഫോൺ വെച്ചതും കതക് തുറന്ന് ഹാളിലെത്തി ആശയെ നോക്കിയതും കൈ മടക്കി കണ്ണിനു മുകളിൽ വെച്ച് ഒരു കാലിന്റെ മുകളിൽ മറുകാൽ പിണച്ചു വെച്ച് കിടക്കുന്നവളെ നോക്കി അവൻ ഒന്ന് മുരട നനക്കി. അനങ്ങാതെ കിടക്കുന്നവളെ പല്ലിനിടിച്ചുകൊണ്ട് അവൻ വിളിച്ചു. ആശേ, ഡി ആശേ, നീ ഉറങ്ങിയില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാണ് അടവെടുക്കുന്നത്? അത് ചോദിച്ചുകൊണ്ട് അവളുടെ തലയുടെ ഭാഗത്തിരുന്ന് തലയെടുത്ത് മടിയിൽ വെച്ച് മുഖത്ത് നിന്ന് കൈ പിടിച്ചു മാറ്റി അവൻ പറഞ്ഞു. ഞാനൊരു തീരുമാനമെടുത്തു. നമുക്ക് രണ്ടിടത്തും ഉത്സവത്തിന് പോകാം. ആദ്യം എൻ്റെ വീട്ടിൽ, പിന്നെ നിന്റെ വീട്ടിൽ. നിന്റെ വീട്ടിൽ നിന്ന് ഉത്സവത്തിനും പോകാം. എൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നിന്റെ വീട്ടിൽ ചിലവഴിക്കാം. ഞാൻ ഒന്നും മറന്നിട്ടല്ല ആശേ അങ്ങനെയൊക്കെ പറയുന്നത്. എത്രയായാലും അവർ എൻ്റെ അമ്മയും പെങ്ങളുമല്ലേ. നീ അതൊന്ന് മനസ്സിലാക്കണം. അവൻ പറഞ്ഞതിന് മറുപടി പറയാതെ അവന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് നടന്നു പോകുന്നവളെ നോക്കി അവൻ ഉറക്കെ പറഞ്ഞു. ഡി, കാലെ പിടിക്കുമ്പോൾ നീ തോളിൽ കയറരുത്. അവളുടെ പുറകെ വന്ന് പിന്നെയും ഓരോന്നും പറഞ്ഞിട്ടും ഒന്നിനും മറുപടി പറയാതെ ബാത്റൂമിൽ കയറി കതകടിച്ചവളെ നോക്കി അരിശം കടിച്ചമർത്തി അവൻ കട്ടിലിരുന്നു. ഇത് ആശയുടെ ഒരു അടവാണ്. അവന് ദേഷ്യം കയറിയാൽ അവന്റെ ഒരു പ്രത്യേകതരം സ്നേഹമുണ്ട്. അതവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവൾ പുറത്തിറങ്ങിയതും ഉള്ള ദേഷ്യം മൊത്തവും ചേർത്ത് വെച്ചവളെ വരിഞ്ഞു മുറുക്കി കാട്ടുകുതിരയെ പോലെ അവളിൽ പടർന്നു കയറി. ആദ്യത്തെ ചെറിയ എതിർപ്പുകൾക്ക് ശേഷം പിന്നെ അവനിലലിന് അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കിടന്നു. ഒരു വഴക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ സോൾവ് ആയതിന്റെ സമാധാനത്തിൽ രണ്ടുപേരും ഉറക്കത്തെ വരവേറ്റു. ഹാളിൽ കൂടിയിരിക്കുന്ന രണ്ടു വീട്ടുകാരുടെയും നടുക്ക് തലയുയർത്തിപ്പിടിച്ച് എന്തിനും പോന്നവളെ പോലെ ഉറച്ച മനസ്സുമായി നിൽക്കുന്ന ഹേമയെ എല്ലാവരും അരിശത്തോടെ നോക്കിയപ്പോൾ നന്ദഗോപൻ അവളുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ വേദനയോടെ ഒന്ന് നോക്കി. ഇന്നലെ വരെ തന്റേതാണെന്ന് കരുതിയ തന്റെ പൊന്നുമോൾ ഹേമയുടെ ഒരു വാക്കിൽ തനിക്ക് അന്യയായി മാറിയിരിക്കുന്നു. ഞങ്ങൾക്കിവളെ മകളായി വേണ്ട, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാനും പറ്റില്ല, ഹേമയുടെ അച്ഛനും അമ്മയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. നന്ദഗോപന്റെ അച്ഛനും അമ്മയും നിറഞ്ഞ കണ്ണുകളോടെ മകന്റെ ജീവിതം തകർന്നതോർത്ത് എന്ത് പറയണമെന്നറിയാതെ തളർന്നിരുന്നു. ഹാളിൽ മുഴുവൻ നിശബ്ദത കളിയാടിയപ്പോൾ നന്ദഗോപന്റെ സ്വരം മുഴങ്ങിക്കേട്ടു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. കഥ ഇനിയും തുടരും.